ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ടോപ്പുകളാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആർക്കും ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഓരോ ടോപ്പുകളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ടോപ്പുകൾ വരുന്നത്. ഇതെല്ലാം നമുക്ക് റണ്ണിങ് മെറ്റീരിയലായിട്ട് എടുത്തല്ല, ഒരു സെറ്റായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് അതിൽ ഓൾറെഡി ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ടോപ്പിൽ മാത്രമാണ് ഞാൻ കുറച്ചൊരു ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിനകത്തുള്ള ഡിസൈൻസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇതിൽ മാത്രമാണ് ഞാൻ ഈ ബീഡ്സ് വർക്കും അതുപോലെ ഈ ഒരു ലേസിൻ്റെ വർക്കും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ലേസ് ഞാൻ എൻ്റെ സ്ലീവിനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമാണ് ആ ഒരു ടോപ്പിൽ വരുന്ന വർക്കെന്ന് പറയുന്നത്. പിന്നെ എല്ലാ ടോപ്പുകളും ഞാൻ സ്ലിറ്റഡ് ടൈപ്പ് ടോപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, കാരണം റെഗുലർ യൂസിനായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ പാൻറ്റ് ചെയ്തിരിക്കുന്നതും നോർമൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു പാൻറ്റാണ്. ഈ ഒരു പാൻറ്റിൽ മാത്രം ഈ ഒരു പാൻറ്റിലല്ല, ഇതേപോലെ 2 പാൻറ്റിന് മാത്രം ഞാനൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ നമ്മുടെ പാൻറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഞാൻ ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സ്ലീവാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിലും ഓൾറെഡി ഒരു ഡിസൈനും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പം വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, കാരണം ചെറിയ രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളും അതിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നെക്ക് പോർഷനിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് റൗണ്ട് നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നതും നോർമൽ സ്ലീവ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നോർമൽ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പാൻറ്റാണ്. ഇതിന് ഞാൻ സ്ലിറ്റൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് വൈഡായിട്ട്, അതായത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ്. ഇതിനകത്തും ഈ ഒരു നെക്ക് പോർഷനിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, കാരണം കട്ട് ചെയ്ത് വരുമ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ പോകുമായിരുന്നു. പിന്നെ ഇതിലും ചെയ്തിരിക്കുന്നത് നോർമൽ ഒരു എലാസ്റ്റിക് പാൻറ്റ്. പിന്നെ ഇതിലൊരു സ്ലിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 പാൻറ്റിൽ ഞാൻ ആദ്യം കാണിച്ചത് ഇതിലും മാത്രമാണ് സ്ലിറ്റ് ചെയ്തിട്ട് പാൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഡിസൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നെക്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ്. ഇതിനകത്തും ഈ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് ഞാനത് കുറച്ചൊന്ന് ലെങ്ത്ത് കുറച്ചൊന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ലീവിൽ മാത്രം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിലുള്ള മെറ്റീരിയൽ ഒന്ന് എൻഡിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമൽ സ്ലിറ്റഡ് ടോപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാൻറ്റും വരുന്നത് എലാസ്റ്റിക് വെച്ചിട്ടുള്ള നോർമൽ ഒരു പാൻറ്റാണ്. ഇതും കുറച്ച് ലൂസാണ്. എല്ലാം ലൂസായിട്ടാണ് ചെയ്തിരിക്കുന്നത്, കാരണം ഡെയിലി യൂസ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ടോപ്പാണ്. ഇതിന് ഫ്രണ്ടിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഡിസൈൻസ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് കുറവായിരുന്നതുകൊണ്ട് സ്ലീവ് ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിലും നോർമൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ലൂസായിട്ടുള്ളൊരു പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻറ്റഡ് ടൈപ്പ്. ഇതിലും ഓൾറെഡി പ്രിൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഡിസൈൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനും പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, നോർമൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.